السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ, ഒരു വിശ്വാസിക്ക് അവൻ നോമ്പുകാരനായി തീർന്നാൽ ഉണ്ടായിത്തീരുന്ന രണ്ട് സന്തോഷങ്ങളെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ വരാറുണ്ട്. എന്നാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, വിലമതിക്കാൻ കഴിയാത്ത വിശ്വാസികളുടെ ജീവിതത്തിലെ രണ്ട് സന്തോഷ സന്ദർഭങ്ങളെ സംബന്ധിച്ച്, അതും നോമ്പുകാരനായ മനുഷ്യന്റെ സന്തോഷ സന്ദർഭങ്ങളെ സംബന്ധിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഇപ്രകാരം പറയുന്നു: ഫറഹത്താനി ഫറഹത്തുൻ ഐന്ദ ഫിത്രിഹി വഫറഹത്തുൻ ഐന്ദ ലിഖാഇ റബ്ബിഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഒന്നാമത്തേത് നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിലുള്ളതായ സന്തോഷമാണ്. മറ്റൊന്നാകട്ടെ അവൻ തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമ്പോഴുള്ളതായ സന്തോഷവുമാണ്. ഈ ഹദീസിൽ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, വലാ ഖുലൂഫു ഫമിസ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ ദീഹിൽ മിസ്ക്. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ വൈകുന്നത് വരെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് നിമിത്തം അവന്റെ വായയ്ക്ക് ചെറിയ ഒരു നാറ്റമുണ്ടായിത്തീരാറുണ്ട്. അങ്ങനെ നോമ്പുകാരന്റെ വായയുടെ ആ ഗന്ധം പോലും അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, വഇദാ കാന യൗമു സൗമി അഹദിക്കും, നിങ്ങളിൽ ഒരാൾ നോമ്പുകാരനായി ഒരു ദിവസം പ്രാപിച്ചു കഴിഞ്ഞാൽ ഫലാ യർഫുസ് വലാ യസ്ഖബ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നോമ്പിന്റെ അവസരത്തിൽ നിങ്ങളിൽ ഒരാളും തെറ്റായ പ്രവർത്തികൾ ചെയ്യുകയോ അല്ലെങ്കിൽ അനാവശ്യമായ വാക്കുകൾ പറയുകയോ ചെയ്യരുത്. ഇനി ഒരാൾ നിങ്ങളോട് ഫഇൻ സ്വാബഹു അഹദുൻ ഔ ഖാതലഹു ഫൽയഖുൽ ഇന്നി ഇംറുഉൻ സായിം. നിങ്ങളോടൊരാൾ വഴക്കിനും ശണ്ടയ്ക്കുമൊക്കെ വന്നാൽ പോലും അതിൽ നിന്ന് നോമ്പുകാരൻ ഒഴിഞ്ഞു മാറുകയും ഞാൻ നോമ്പുള്ളവനാണ് എന്ന് പറയുകയും ചെയ്തു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇവിടെ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിഭവസമൃദ്ധമായ ഭക്ഷണം മുന്നിലുണ്ടല്ലോ എന്ന ചിന്ത കൊണ്ടാണ് എന്ന് നാം തെറ്റിദ്ധരിക്കേണ്ടതില്ല. അത് ചില ആളുകളുടെ മനസ്സിൽ ധാരണയാണ്. അത് ശരിയല്ല. ആ സന്തോഷം നോമ്പ് നോൽക്കാൻ പട്ടിണി കിടക്കേണ്ടി വന്ന് ഭക്ഷണം കിട്ടി, ആ നോമ്പ് നോൽക്കാതെ തന്നെ പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യന് ഭക്ഷണം കിട്ടിയാലും ഉണ്ടാകുമല്ലോ. പിന്നെന്താണ് നോമ്പുകാരന്റെ സന്തോഷം എന്ന് പറയാൻ കാരണം? അള്ളാഹുവിന്റെ പ്രീതിയോർത്ത് എനിക്ക് ഒരു പകൽ പട്ടിണി കിടക്കാൻ കഴിഞ്ഞുവല്ലോ എന്ന ചാരിതാർത്ഥ്യം, ഭക്ഷണം കഴിക്കാനും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചതായ കുടുംബജീവിതത്തിലെ ബന്ധങ്ങൾക്കുമെല്ലാം ആഗ്രഹവും താൽപര്യവുമെല്ലാം ഉണ്ടായിരുന്നിട്ടും അതിനനുകൂലമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അതിലകപ്പെടാതെ നോമ്പ് പൂർത്തിയാക്കാൻ തനിക്ക് കഴിഞ്ഞു എന്ന സന്തോഷമാണത്. അതേവേള അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നോമ്പ് തുറന്ന് ഭക്ഷണം വായിലിടുമ്പോൾ മറ്റൊരവസരത്തിലുമില്ലാത്ത രുചി അതിനനുഭവപ്പെടും. അതിൽ ചേരുവകൾ കുറഞ്ഞാലും ഭക്ഷണം മുന്തിയതല്ലാതായിരുന്നാലും രുചി അനുഭവപ്പെടും. മനസ്സിൽ നിറഞ്ഞ ഭക്തിയുടെ മധുരം ആ ഭക്ഷണത്തിന് സ്വാദ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഈ ഹദീസിൽ പഠിപ്പിച്ചത് വായുനാറ്റത്തെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുകാരന് നൽകുന്ന പരിഗണന ആണ് ഈ ഹദീസിലുള്ളത്. കുറേ നേരം ഭക്ഷണം കഴിക്കാതിരുന്നാൽ വായയിൽ നിന്ന് ദുർഗന്ധം വരിക സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ നോമ്പുകാരനോട് ആരും വെറുപ്പ് കാണിക്കുകയോ അന്യർക്ക് വായുനാറ്റം അനുഭവപ്പെടുമെന്ന് കരുതി
നോമ്പ് നോൽക്കാതിരിക്കുകയോ ചെയ്യരുത് എന്നതാണ് ഇതിലെ തത്വം. അത് മാത്രവുമല്ല, അള്ളാഹു വായുനാറ്റത്തെ കസ്തൂരിയുടെ സുഗന്ധമായി വിശേഷിപ്പിച്ചതിനാൽ വായ കഴുകാതെ ദുർഗന്ധവുമായി കഴിയണമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. വായുനാറ്റം പരമാവധി ഒഴിവാക്കി തന്നെയാണ് നാം പള്ളികളിലേക്ക് പോലും പോകേണ്ടുന്നത്. അത് മാത്രവുമല്ല, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വുദൂ ചെയ്യുന്ന ഓരോ സന്ദർഭങ്ങളിലും ദന്തശുദ്ധീകരണം വരുത്തുക എന്നുള്ളത് ഐച്ഛികമായ നിലയിൽ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യവുമാണ്. അതുപോലെ തന്നെ നോമ്പുകാരന്റെ ഒന്നാമത്തെ സന്തോഷം അവന് നോമ്പ് പിടിക്കാൻ, അത് ഒരു ദിവസം പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ എന്ന സന്തോഷമാണെങ്കിൽ, നോമ്പുകാരന് മറ്റൊരു സന്തോഷം വരാനുണ്ട്. ആ സന്തോഷം നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതായത്, അള്ളാഹുവിന് വേണ്ടി ഇച്ഛകളും ഭക്ഷണപാനീയങ്ങളും വെടിയാൻ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തൗഫീഖ് തന്നിരിക്കുകയാണ്. ആ കാര്യം ഒരു വശത്ത് അവന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുമ്പോൾ, ആ അനുഭവം, തന്റെ ഈ നോമ്പിലൂടെ തനിക്കുണ്ടായിത്തീർന്ന ഈ അനുഭവങ്ങൾ, ആ പ്രയാസങ്ങൾ താൻ അനുഭവിച്ചാൽ തനിക്ക് തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ വരാൻ പോകുന്ന സന്തോഷമാണ്. ആ സന്തോഷം ഒരിക്കലും വർണ്ണയിൽ ഒതുങ്ങുന്നതല്ല. ആ സന്തോഷം താൻ ഏതൊരു കാരുണ്യവാരിധിയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണോ ഈ ആരാധനാ കർമ്മങ്ങൾ ചെയ്തത്, അവനെ ഞാനിപ്പോൾ കാണുന്നത് എന്ന നിർവൃതിയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു നോമ്പുകാരനുണ്ടായിത്തീരുന്ന സന്തോഷമാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയിൽ മനുഷ്യർ വിശ്വസിക്കണമെന്നാണ്. ലഅല്ലഹും ബിലിഖാഇ റബ്ബിഹിം യുഅ്മിനൂൻ. തങ്ങളുടെ രക്ഷിതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശ്വസിക്കുന്നവരാകാൻ വേണ്ടിയാണ് ഇന്ന് അല്ലാഹു തആല ഖുർആനിന്റെ അവതരണത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, തീർച്ചയായും നോമ്പനുഷ്ഠിക്കുന്ന മനുഷ്യൻ അതിലൂടെ നേടുന്ന ആ ഭക്തി നിമിത്തം തന്റെ രക്ഷിതാവിനെ പാരത്രിക ജീവിതത്തിൽ വെച്ച് കാണുമ്പോൾ അവനുണ്ടായിത്തീരുന്ന സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഭൂതിയായിരിക്കുമെന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നോമ്പിന്റെ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ ഈ റമളാനിന്റെ ദിനങ്ങളെ പ്രയോജനപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.